അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ഹവാലയുടെ പാഠമാണ്. ഞാൻ ആ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നലത്തെ പാഠത്തിൽ വന്ന ഒരു സംശയത്തിന് മറുപടി പറയാം. ഒരു രക്ഷിതാവ് കൂലിയൊക്കെ കിട്ടുന്ന ഒരു പണി, സാധാരണ പണിയെടുത്താൽ കൂലി കിട്ടാവുന്ന ഒരളവിൽ ഒരു കുട്ടിയെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ ആ കുട്ടിക്ക് അതിൻ്റെ കൂലി കൊടുക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? വാപ്പാക്കും ഉപ്പാക്കും തൻ്റെ മഹജൂറിനെ ഹിദ്മത്ത് ചെയ്യിപ്പിക്കാം. ഫീമാലായു ഖാബിലു ബി ഉജറത്തിൻ വലായദ്രിബുഹു അലാ ദാലിക്. ഒരു പ്രതിഫലമൊന്നും, ഒരു കൂലിക്ക് മാത്രമൊന്നും ഇല്ലാത്ത പണി, ഒരു കൂലിക്ക് മാത്രമുള്ള പണിയാണെങ്കിൽ, ഒരു കൂലി കിട്ടുന്ന പണിയാണെങ്കിൽ അവിടെ കൂലി കൊടുക്കേണ്ടി വരും. മറ്റുള്ള പണിക്കൊന്നും അടിക്കാനും പറ്റൂല പണിയെടുക്കാത്തതിൻ്റെ പേരിൽ. ഇതിപ്പോൾ നടക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് കൂലി കൊടുക്കേണ്ടി വരുമല്ലോ കുട്ടികൾ. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ പല പണിക്കും പറഞ്ഞേക്കാറുണ്ട്, ചെയ്യിപ്പിക്കാറുണ്ട്, സാധാരണ നല്ല പണി തന്നെ എടുപ്പിക്കാറുണ്ട്. അതിന് ഒരു മാർഗമുണ്ട്. എല്ലാത്തിലും ഉണ്ടാവുമല്ലോ രക്ഷപ്പെടാനൊരു മാർഗം. ഈ കുട്ടി കൊടുക്കുന്ന ചിലവുണ്ടല്ലോ, അത് ഇവനെ കൊണ്ട് കൊടുക്കേണ്ട കൂലിൻ്റെ പകരമായിട്ടാണ് എന്ന് കരുതുകയാണെങ്കിൽ, കുട്ടിക്ക് അങ്ങനെ ചിലവ് കൊടുക്കുന്നുണ്ടല്ലോ, അതിനിപ്പോൾ കുട്ടി തിരിച്ചൊന്നും തരുമൊന്നുമില്ലല്ലോ. മകൻ്റെ മകൾ ആരായാലും. അപ്പോൾ പിന്നെ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ പകരമാണ് എന്നാണ് കരുതിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ ഉത്തരവാദിത്വം ഒഴിവായി കിട്ടും. പക്ഷെ ഇത് വാപ്പാക്കും വലിയപ്പാക്ക് പറ്റുള്ളൂ. വലിയ അഭിവൽ ജത്തി സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ പറ്റൊന്നുമില്ല. അവർ സഹോദരങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെങ്കിൽ അത് ഭരണാധികാരിയെ അറിയിക്കുകയും ഭരണാധികാരി സമ്മതം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പകരമായിട്ടാണ് ഈ ചെലവ് കൊടുക്കുന്നത് എന്ന് ഭരണാധികാരിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. വാപ്പിയും വല്യാപ്പിയും അതൊരു കാറ്റഗറിയും സഹോദരങ്ങൾ മറ്റൊന്നുമാണല്ലോ. ശരി, ഇനി നമുക്ക് ഹവാലയിലേക്ക് കിടക്കാം. നമ്മൾ പതിവ് പോലെ ആ മത്തിന് ഒന്ന് പറഞ്ഞർത്ഥം വെക്കുകയാണ്. അത് ഒരുപാട് ഉപകാരമാണ്. മത്തിനാണ് 10 വട്ടം പഠിക്കേണ്ടത്. ഷറഹ് അതിൻ്റെ 1/3 മതിയാവും പഠിച്ചാൽ. ഹവാല എന്ന് പറഞ്ഞാൽ അറിയല്ലോ. ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്, സെയ്ദും അംറും. ഞാൻ സെയ്ദിന് 1000 റുപ്യ കൊടുക്കാനുണ്ട്, അംറ് എനിക്കും 1000 തരാനുണ്ട്. അപ്പോൾ ഞാൻ സെയ്ദിനോട് പറയാം, എനിക്ക് ഞാൻ തരാനുള്ള 1000 അംറിൻ്റെ നോട് വാങ്ങണം, അവനിലേക്ക് ഞാൻ എന്തായിട്ടുണ്ട് അത് മാറ്റിയിട്ടുണ്ട് എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നതിനാണ് ഹവാല എന്ന് പറയാം. അപ്പോൾ ചുരുക്കത്തിൽ ഈ സെയ്ദ് എനിക്ക് എന്ത് ചെയ്യണ്ട, ഞാൻ സെയ്ദിന് 1000 കൊടുക്കണ്ട, അംറ് എന്താവണ്ട, എനിക്ക് 1000 തരികയും വേണ്ട. പിന്നെന്താ വേണ്ടത്? സെയ്ദ് അംറിനോട് എന്ത് ചെയ്യുക? 1000 റുപ്യ വാങ്ങുക, 1000 രൂപ വാങ്ങുക. മനസ്സിലായല്ലോ അല്ലേ? നിങ്ങൾക്കൊരാൾ പൈസ തരാണ്ടെങ്കിൽ, നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ആ കൊടുക്കാനുള്ള ആളോട് പറയാം, എനിക്ക് തരാനുള്ളോട് വാങ്ങാൻ പറയാം. ഇതിനാണ് ഹവാല. ഹവ്വല എന്ന് പറഞ്ഞാൽ തെറ്റിച്ചു എന്നാണ് അർത്ഥം. ഇവിടെ ഒരു തെറ്റിക്കലുണ്ടല്ലോ ദിമ്മത്തിന്. ഇവിടെ കുറേ സാങ്കേതിക പദങ്ങളൊക്കെ ഉണ്ട്. മൊഹീൽ എന്ന് പറയും. മൊഹീൽ എന്ന് പറഞ്ഞാൽ ഞാനാണ് ഈ ബാധ്യത, സെയ്ദിന് ഞാൻ കൊടുക്കാനുള്ള ആളാകുന്ന ഞാനാണ് മൊഹീൽ. പിന്നെ സെയ്ദിൻ്റെ പേര് മുഹ്താൽ എന്നാണ്. ഈ ഹവാലയുടെ സ്വീകരിക്കുന്ന ആൾ, ഹവാല സ്വീകരിക്കുന്ന ആൾ. പിന്നെ മുഹാല് അലൈഹിണ്ട്, അത് അംറാണ്. ഞാൻ പൈസ കൊടുക്കാനുള്ള ആളാണല്ലോ സെയ്ദ്, അവന് മുഹ്താലാണ്. എനിക്ക് പൈസ തരാനുള്ള ആളില്ല അംറ്, അവൻ്റെ പേര് മുഹാല് അലൈഹി എന്നുമാണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ചർച്ചയിൽ വരും. മൊഹീൽ പറയാം, മുഹ്താലിൻ്റെ സമ്മതം, മുഹാൽ അലൈഹിൻ്റെ തൃപ്തി,
വേണോ വേണ്ടേ, ആരാ സ്വീകരിക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ ചർച്ചകളൊക്കെ ഉണ്ട്. ഏതായാലും മൊഹീലും മൊഹത്താലാണ് ഈജാബ് കബൂലിൻ്റെ ആൾ അല്ലേ. ഞാൻ ഇങ്ങനെ എൻ്റെ ബാധ്യത ഞാൻ അമ്രിലേക്ക് നീക്കിയിരിക്കുന്നു എന്ന് പറയുന്ന മൊഹീലിനൊരു വാചകം വേണം. സെയ്ദ് എന്തായിക്കോട്ടെ ഞാൻ സ്വീകരിച്ചു എന്നും പറയണം. അപ്പോൾ മൊഹീലിൻ്റെയും മൊഹത്താലിൻ്റെയും തൃപ്തി ഇവിടെ ഉണ്ടെങ്കിലേ ഈ ബാധ്യത നടക്കുള്ളൂ. അല്ല സെയ്ദ് പറയാണ് നിങ്ങളെനിക്ക് 1000 തരാനുള്ളത് നിങ്ങൾ തന്നെ തന്നാൽ മതി, വേറെ ആളത്തേക്ക് നീക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ നടക്കൂല. അവിടെ ഈ രണ്ട് കക്ഷികളുടെ തൃപ്തിയാണ് ഉണ്ടാവേണ്ടത്. എൻ്റെ തൃപ്തിയും സെയ്ദിൻ്റെ തൃപ്തിയും. ചിലപ്പോൾ എൻ്റെ തൃപ്തി ഉണ്ടാവില്ല. എങ്ങനെയാണത്? എൻ്റെ അടുത്ത് നിന്ന് പൈസ കിട്ടുന്നില്ല സെയ്ദിന്. അപ്പോൾ സെയ്ദ് പറയാണ് നിങ്ങളടുത്ത് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്ര തരാനുണ്ടല്ലോ, അവൻ്റെ മേൽ ചാരിക്കാളൂ എന്ന് എൻ്റെ തൃപ്തിയോടുകൂടി എനിക്ക് പറ്റുള്ളൂ, എനിക്ക് പറ്റില്ല. ഇനി ഞാൻ സെയ്ദിന് കൊടുക്കാനുണ്ട്. അപ്പോൾ സെയ്ദ് പറഞ്ഞു, സെയ്ദിനോട് ഞാൻ പറഞ്ഞു അമ്രനോട് വാങ്ങിക്കും, അമ്ര എനിക്ക് 1000 തരാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സെയ്ദിൻ്റെ തൃപ്തി ആവശ്യമാണ്. ചിലപ്പോൾ തൃപ്തി ഉണ്ടാവില്ല. നിങ്ങൾ തരാൾ നിങ്ങൾ തന്നെ തന്നാൽ മതി, ഞാൻ വേറെ ആളോട് ചോദിക്കാൻ പോകും, ഞാൻ വേറെ ആളോട് ചോദിക്കാനൊന്നും പോകില്ല എന്ന് പറയാൻ സാധ്യതയുണ്ട്. ഏതായാലും മൊഹീലിൻ്റെയും മൊഹത്താലിൻ്റെയും എൻ്റെയും സെയ്ദിൻ്റെയും തൃപ്തി ആവശ്യമാണ്, മുഹാലി അലൈഹിൻ്റെ തൃപ്തി ആവശ്യമില്ല. ഏതായാലും ഈ ഹവാലയോടുകൂടെ എന്ത് സംഭവിച്ചു? ഞാൻ സെയ്ദിന് കൊടുക്കാനുള്ള 1000ൻ്റെ ബാധ്യത ആരിലേക്ക് നീങ്ങി? എനിക്ക് 1000 തരാനുള്ള അമ്രിലേക്ക് നീങ്ങി. ഞാൻ അവർ തമ്മിലാണ് കടക്കാരായിട്ടുള്ളത്. അമ്ര എനിക്കും തരണ്ട, ഞാൻ സെയ്ദിനും കൊടുക്കണ്ട, അവർ തമ്മിലായി ഇടപാടുകളൊക്കെ. ശരിക്കിത് കടത്തിന് പകരം വിൽക്കലാണിത്. കടത്തിന് പകരം വിൽക്കാൻ പാടില്ല എന്നാണ് പൊതു നിയമമെങ്കിലും ഇതൊരു അത്യാവശ്യമായ മസലയായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് ഇളവ് നൽകിയതാണ്. ആവശ്യമായ മസലയായതുകൊണ്ട് അല്ലാഹു തആല ഇത് ഇളവ് നൽകിയതാണ്. പൊതുവേ കടത്തിന് വിൽക്കാൻ പാടില്ല എന്നാണ് നിയമം. ശരി, ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഹവാല നടത്തിയാൽ സെയ്ദിന് അത് സ്വീകരിക്കൽ നിർബന്ധമുണ്ടോയെന്ന്? സുന്നത്താണ്. ഇതൊക്കെ ഒരു സാമൂഹ്യ ജീവിതത്തിലൊക്കെ ആവശ്യമായി വരൂലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എനിക്കല്ലേ തരാനല്ലേ, നിങ്ങൾ എന്നോടല്ലേ കാശ് വാങ്ങിയത്, നിങ്ങളല്ലേ എനിക്ക് കാശ് തരേണ്ടത് എന്ന് പറഞ്ഞിട്ട് പിടിവാശി പിടിക്കാതെ അതിലേക്കൊന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, അതായത് എൻ്റെ കടം ഞാൻ വാങ്ങിയത് അമ്രിൻ്റെ മേലാണ് ഏൽപ്പിച്ചത്, അമ്ര പൈസക്കാരനാണ്, ഓൻ പൈസ തരുന്ന ആളാണ്, ഓൻ്റെ സമ്പത്ത് ഹറാമൊന്നുമില്ലാത്ത ശുദ്ധിയായ സ്വത്തുമാണെങ്കിൽ എൻ്റെ ഹവാല സ്വീകരിക്കൽ സെയ്ദിന് സുന്നത്താണ്, നിർബന്ധമൊന്നുമില്ല, സുന്നത്താണ്. പക്ഷേ ഈ ബാധ്യത ആരുടെ മേലായിരിക്കണം ചേരേണ്ടത്? പൈസ തരുന്ന ആൾക്കായിരിക്കണം, തരാത്ത ആൾക്ക് പിന്നെ ചാരിയിട്ട് കാര്യം ചാര്യ എന്നാണ് നമ്മൾ പറയാം. അതായത് ഹവാല എന്ന് മലയാളം തന്നെ ഹവാല എന്നാണ് പറയാം. മലയാളത്തിലുള്ള ഹവാല ഇടപാട് വേറെ കേട്ടോ. ഒരു നിലക്ക് ചെറിയ ബന്ധമൊക്കെ അതിനുണ്ട്. ഗൾഫിൽ അവിടെ റിയാലായിട്ട് കൊടുക്കും, അങ്ങനെ അല്ലെങ്കിൽ സ്വർണ്ണമായിട്ട് കൊടുക്കും, അത് വേറെ രീതിയിലൊക്കെ കൊടുക്കുന്ന രീതിയാണ്. ശരി, ഒന്ന് ശ്രദ്ധിക്കുക, മത്തിന് ശ്രദ്ധിക്കുക. ഫസ്ലുൻ തസിഹു ഹവാലത്തുൻ, ഹവാല സഹിയാകും ബിസീഗത്തിൻ, സീഗയോടുകൂടെ ഇജാബും കബൂലും വേണം. വബിരിളാ മുഹീലിൻ, അടുത്തത് മുഹീലിൻ്റെ തൃപ്തി വേണം. ഈ ഇടപാടിൽ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ ഞാനാണ് മുഹീല്. ഓ മഹ്താലിൻ, ഇതിനാണല്ലോ ഞാൻ കാശ് കൊടുക്കാനുള്ളത്, അവൻ്റെയും തൃപ്തി വേണം. ആര് തൃപ്തി വേണ്ട? മുഹാലയിലിന് തൃപ്തി വേണ്ട. ബെൽസൂമിയ, ഹവാലയോട് കൂടെ നിർബന്ധമായി തീരും ദീനു മുഹ്താലിൻ, മുഹ്താലിൻ്റെ കടം നിർബന്ധമായി തീരും. മുഹാലൻ അലിഹി, മുഹാല് അലിഹിക്ക് നിർബന്ധമായി തീരും. മുഹ്താലിന് കിട്ടാനുള്ള പൈസ ഉണ്ടല്ലോ, സെയ്ദിന് കിട്ടാനുള്ള പൈസ പിന്നെ ആരാണ് കൊടുക്കേണ്ടി വരിക? മുഹാല് അലിഹി ആകുന്ന അമ്രാണ് കൊടുക്കേണ്ടി വരിക. യൽസവും ബിഹാ ദീനു മുഹ്താലിൻ മുഹാലൻ അലിഹി, മുഹാലിൻ്റെ കടം മുഹാൽ അലിഹിയുടെ ഉത്തരവാദിത്വത്തിൽ ആയിത്തീരും. അപ്പം ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ അവനൊന്നും കൊടുക്കാനില്ല, ആർക്ക്? സെയ്ദിനൊന്നും കൊടുക്കാനില്ല, ഇടപാട് മൊത്തം മുഹാൽ അലിഹിൻ്റെ ബാധ്യതയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നീ തൃപ്തിപ്പെട്ടു, സ്വീകരിച്ചു, ഇടപാട് നടന്നു. ഇനി അവൻ തന്നില്ലെങ്കിലോ? അമ്ര അവനെന്തോ പാപ്പരായിപ്പോയി.
അല്ലെങ്കിലോ നിഷേധിച്ചു, അംറ് നിഷേധിച്ചു, ഞാനങ്ങനെ കൊടുക്കാനൊന്നുമില്ല പൈസ എന്ന് പറഞ്ഞ് നിഷേധിച്ചാൽ പിന്നെ ഈ ഇടപാട് പൊളിയൊന്നുമില്ല. നേരത്തെ ഹവാല നിലനിൽക്കും. മൊഹീലിനോട് ഇനിയും എന്നോട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് ചോദിക്കാൻ പറ്റില്ല. അതിന് സ്വീകരിക്കുന്നതോടുകൂടെ കടബാധ്യത എന്നില്ലെന്ന് ഒഴിവാവുകയും അമ്രിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പോൾ സെയ്ദും അമ്രും തമ്മിലാണ് ഇടപാട്. അപ്പോൾ ഇനി അമ്ര എന്ത് ചെയ്തു, നിഷേധിച്ചു, ഇനി അങ്ങനെ പൈസ കൊടുക്കാനൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ തരൂല എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ അവന് പാപ്പരായിപ്പോയി പെട്ടെന്ന്, ഒരു മാർഗ്ഗവുമില്ല, എന്നോട് ചോദിക്കാൻ പറ്റില്ല. ഫൈൻ താഴ്തറ അഹ്ദുഹു, അപ്പോൾ ആ കടം വാങ്ങൽ ബുദ്ധിമുട്ടായാൽ ബി ഫൽസിൻ, മുഹാലി അലൈഹിക്ക് പാപ്പരത്വം സംഭവിച്ചതിനാലോ, ഔ ജഹദീൻ, അല്ലെങ്കിൽ അവൻ നിഷേധിച്ചു, അങ്ങനെ ഹവാലയെ തന്നെ നിഷേധിച്ചു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കാൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞു, എനിക്ക് പൈസ തരാനില്ല എന്ന് പറഞ്ഞു അമ്ര്, അങ്ങനെ അവനത് പറഞ്ഞ് സത്യം ചെയ്താൽ, അങ്ങനെ അല്ലെങ്കിൽ തെരുവിലടോ എന്ന് പറഞ്ഞിട്ട് താസുസ്, അങ്ങനെയൊക്കെ ആയാൽ ലം യർജി അല മൊഹീലിൻ, മൊഹീലിലേക്ക് മടങ്ങാൻ പറ്റൂല എന്ന്. ഒരു പൈസയും എൻ്റെ അടുത്ത് നിന്ന് കിട്ടൂല സെയ്ദിന്, എനിക്കറിയെങ്കിൽ പോലും. ഇനി ഇവിടെ ഒരു വിഷയമുണ്ട്, ഹവാലയാണോ വക്കാലത്താണോ എന്ന ഒരു തർക്കം വന്നു. ഞാനിപ്പോൾ സെയ്ദിനോട് പറയാണ് അമ്രിൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങാൻ, അപ്പോൾ ഇത് ഹവാലയാണ്, ഇത് വക്കാലത്തും ആകാലോ. അതെങ്ങനെ? സെയ്ദ് ഞാൻ ഓൾറെഡി പൈസ കൊടുക്കാണ്ട്, അതുമായിട്ടതിന് ബന്ധമൊന്നുമില്ല. അമ്ര എനിക്ക് പൈസ തരാനുണ്ട്, ആ പൈസ വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടി സെയ്ദിനെ ഏൽപ്പിച്ചതാവാമല്ലോ. അപ്പോൾ സെയ്ദ് പറയുന്നത്, എന്നോട് പറയാണ്, നിങ്ങളുമായിട്ടുള്ള ഇടപാട് നമ്മളിപ്പോഴും നിലനിൽക്കുന്നുണ്ട്, നിങ്ങളെന്നെ ഏൽപ്പിച്ചത് അമ്രിനോട് പൈസ വാങ്ങിത്തരാനാണ്, അമ്ര നിങ്ങൾക്ക് തരാനുള്ള പൈസ വാങ്ങിത്തരാനാണ് എന്നിങ്ങനെ തർക്കമായാലോ. വല ബിഖ്തലഫ, ഈ തർക്കത്തിന് പല കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ പൈസ കിട്ടാത്തതുകൊണ്ടായിരിക്കാം, പലതാവാം. അമ്രിൽ നിന്ന് പൈസ കിട്ടാത്തതുകൊണ്ടോ, അമ്ര പാപ്പരായതുകൊണ്ടോ, അല്ലെങ്കിൽ വെറുതെ എന്തോ അമ്രിനോട് പോയി ചോദിക്കാനാവില്ല എന്ന് കരുതിയിട്ടോ തർക്കമായി. വക്കാലത്താകുമ്പോൾ പിന്നെ അവന് വേണമെങ്കിൽ എടുത്താൽ മതിയല്ലോ പണി, ബാധ്യത അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നൊന്നുമില്ലല്ലോ. വല ബിഖ്തലഫ, ഇനി ദായിനും മദീനും തർക്കമായി. ഏതാ ദായിനും മദീനും? ഞാൻ ആ കടം കൊടുത്ത ആൾ, മദീനാര കടം വാങ്ങിയ സെയ്ദ്. നമ്മുടെ ഈ ഹവാലിൻ്റെ പാടയിൽ മൊഹീലും മൊഹത്താലുമാണ് ഈ ദായിനും മദീനും. ഇവർ രണ്ടുപേരും തർക്കിച്ചു. ഹൽ വക്കാലത്താക്കിയതാണോ ഔ അഹാല, അല്ലെങ്കിൽ ഹവാല നടത്തിയതാണോ എന്ന് തർക്കിച്ചാൽ സുദ്ദിഖ മുൻകിറു ഹവാല, ഹവാലയെ നിഷേധിക്കുന്നവൻ്റെ വാദമാണ് സ്വീകരിക്കപ്പെടുക. അപ്പോൾ വക്കാലത്തായിട്ട് മാറും. ഹവാലിനെ നിഷേധിക്കുന്ന ആരാ? മുഹ്താലല്ലേ. ഹവാല ഉണ്ടായിട്ടില്ല, വക്കാലത്താണ് ഉണ്ടായിട്ടുണ്ടാകുന്ന അവനല്ലേ പറയാം. അപ്പോൾ ഹവാലയെ നിഷേധിക്കുന്നവൻ്റെ വാദം സ്വീകരിക്കപ്പെടും. നേരത്തെ കടുത്ത കടബാധ്യതയ്ക്ക് അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോൾ മദീനയാണ് വാസ്തവമാക്കപ്പെടുക. ഇനി ഇങ്ങനെയൊക്കെ ശരി, ഞാൻ അർത്ഥം വെക്കുകയാണ്, ഷറഹടക്ക അർത്ഥം വെക്കുകയാണ്, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാടാവാം. തസ്സീഹു ഹവാലത്തുൻ, ഹവാല സ്വഹിയാകും ബിസിയത്തിൻ, വാചകത്തോടെ, വബിരിള മുഹീലിൻ വ മുഹത്താലിൻ, മുഹീലിൻ്റെയും മുഹത്താലിൻ്റെയും തൃപ്തിയോടെയും, വയൽസൗ ബിഹ, ഹവാല നടക്കലോടുകൂടെ നിർബന്ധമായി തീരും, ദൈനു മുഹത്താലിൻ, മുഹത്താലിൻ്റെ കടം നിർബന്ധമായി തീരും, മുഹാലൻ അലിഹി, മുഹാല് അലിഹിക്ക് നിർബന്ധമായി തീരും. ഫൈൻ തഅദ്ദറ, അപ്പോൾ പ്രയാസമായാൽ, അഖ്ദഹു കടം വാങ്ങൽ, ഈ പൈസ വാങ്ങിയെടുക്കൽ അമ്രിൽ നിന്ന്, ബിഫലസിൻ, അമ്ര് പാപ്പരായതുകൊണ്ടോ, ഔ ജഹദിൻ, അല്ലെങ്കിൽ അവൻ നിഷേധിച്ചു, ഹവാലയെ നിഷേധിച്ചു, അല്ലെങ്കിൽ കടത്തിന് നിഷേധിച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ, അല്ലെങ്കിൽ ഹവാലൻ്റെ സാക്ഷികളൊക്കെ എന്ത് ചെയ്ത് മരിച്ചുപോയി, ഇപ്പം ഞാൻ ഹവാല സ്ഥിരപ്പെടുത്താൻ മാർഗ്ഗമല്ല, ഇങ്ങനെയൊക്കെ ആയാൽ എനിക്ക് സാക്ഷി നിർത്തുന്നത് നല്ലതാണ്, ആ തർക്കം ഉണ്ടാവില്ല. ലം യർജി അല മൊഹീലിൻ, മൊഹീലിനോട് ആ കടം വാങ്ങാൻ പറ്റൂല, അത് മുഹാലി അലിഹി തന്നെ കൊടുക്കണം. വലബി ഇഖ്തലഫ, രണ്ടുപേരും തർക്കമായാൽ, ഹൽ വക്കാലത്താക്കിയതാണോ ഔ അഹാല, അല്ലെങ്കിൽ ഹവാല നടത്തിയതാണോ തർക്കമായാൽ, സുദ്ദിഖ മുൻകിറു ഹവാലത്തിൻ, ഹവാലയെ നിഷേധിച്ചവൻ്റെ വാദം വാസ്തവമാക്കപ്പെടും.
ഞാൻ ഷറഹ് കുറച്ച് അർത്ഥം വെക്കുകയാണ്, എന്നാലേ അടുത്ത പാഠത്തിന് എന്ത് ചെയ്യുള്ളൂ, ഒറ്റ പാഠം കൊണ്ട് തീരുള്ളൂ. ഹവാലയിൽ പറയുന്ന ഫസ്ൽ തസീഹു ഹവാലത്തുൻ, ഹവാല സഹിയാകും ബിസീഹത്തിൻ വാചകത്തോടെ, വാചകമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. വഹിയാദ് ഈജാബ് മിനൽ മൊഹീലി, മൊഹീലിൽ നിന്നുള്ള ഈജാബാണ്. അഹൽത്തുക്ക, ഞാൻ ഹവാല നടത്തിയിരിക്കുന്നു, അലാ ഫുലാനിൻ, ഇന്ന വ്യക്തിയുടെ മേൽ, ഉദാഹരണത്തിന് ഇവിടെ അമ്രിൻ്റെ മേൽ, ബിദ്ദൈനില്ലതി ലക്ക അലയ്യ, ഞാൻ നിനക്ക് തരാനുള്ള കടത്തിന്. ആരോടാ പറയുന്നത്? സെയ്ദിനോട് പറയാണ്. സെയ്ദെ, നിനക്ക് ഞാൻ തരാനുള്ള കടം. ലക്ക അലയ്യ എന്ന വാക്കിനർത്ഥത ലക്ക നിനക്ക് ലഭിക്കാനുണ്ട്, അലയ്യ എന്നിൽ നിന്ന്. അപ്പോൾ ഞാൻ നിനക്ക് തരാനുള്ള കടം ഞാൻ ഇന്ന വ്യക്തിക്ക് യുടെ മേലിൽ ചാരിയിരിക്കുന്നു എന്ന് പറയുക. അല്ലെങ്കിൽ നഖൽതു ഹഖക, അല്ലെങ്കിൽ ഞാൻ നിനക്ക് തരാനുള്ള ബാധ്യത ഞാൻ നീക്കിയിട്ടുണ്ട്, ഇലാ ഫുലാനിൻ അമ്രിലേക്ക് എന്ന് പറയാം. ഓ ജഅൽതു മാലി അലൈഹി, അല്ലെങ്കിൽ മാലി എൻ്റെ സ്വത്തിനെ ഞാൻ ആക്കിയിട്ടുണ്ട്, അലൈഹി അമ്ര എനിക്ക് തരാനുള്ള സ്വത്തിനെ ലക്ക നിനക്കാക്കിയിട്ടുണ്ട് എന്ന് പറയാം. അമ്ര എനിക്ക് തരാണ്ടല്ലോ 1000 രൂപ, ആ സ്വത്ത് ഞാൻ നിനക്കാക്കിയിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ പറ്റും. ജഅൽതു മാലി അലൈഹി ലക്ക. അപ്പം ഈജാബ് വേണം, കബൂലും മിനൽ മുഹ്താലി, മുഹ്താലിൽ നിന്ന് സ്വീകരിക്കുകയും വേണം. ബിലാ താലീഖിൻ, പരസ്പരം ബന്ധിപ്പിക്കാനൊന്നും പാടില്ല. എന്നെ മാസം വന്നാലെന്നോ ഈ രോഗം സുഖപ്പെട്ടാലെന്നോ അങ്ങനെ ബന്ധിപ്പിക്കാനൊന്നും പാടില്ല. ഇപ്പോൾ തന്നെ വയസിഹു ബി അഹിൽനി, അഹിൽനി എന്ന വാക്കുകൊണ്ടും സഹിയാകും. എന്നെ ഹവാല നടത്ത് എന്ന് പറഞ്ഞു, ഞാൻ നടത്തി എന്ന് പറഞ്ഞു. അങ്ങനെ ചോദ്യോത്തരത്തിൻ്റെ രീതിയിലും പറ്റും. അബിദില്ല മൊഹീലിൻ, മൊഹീലിൻ്റെ തൃപ്തിയോടെയും, ഇപ്പോൾ മൊഹ്താലിൻ്റെ തൃപ്തിയോടെയും, വലായസ്ത്രത്തിത്തൽ മൊഹാലി, മൊഹാലിൻ്റെ തൃപ്തി ഷർത്തില്ല. വേൽസും ബി, ഹവാല കൊണ്ട് നിർബന്ധമാകും. ദൈനു മൊഹ്താലിൻ്റെ കടം നിർബന്ധമായി തീരും. മുഹാലൻ അലേഹിക്ക് കൊടുക്കൽ നിർബന്ധമായി തീരും. അതായത് ഫേബറോൽ മൊഹീലു, അപ്പോൾ മൊഹീൽ ഒഴിവാകും. ബിൽ ഹവാല കൊണ്ട് അന്തയിൽ മുഹത്താലിൻ്റെ കടബാധ്യതയിൽ നിന്ന് ഒഴിവാകും. ഞാൻ സെയ്ദിന് ഞാൻ ഒന്നും കൊടുക്കണ്ട. വൽ മുഹാല് അലിഹി ഒഴിവാകും. അമ്ര മിൻ ദൈനിൽ മൊഹീലി, എനിക്ക് തരാനുള്ള കടത്തിനകത്തോട്ട് ഒഴിവാകും. അതാണല്ലോ മൊഹീലെ. വയതഹബുൽ ഹക്കുൽ മുഹത്താലിൻ്റെ കിട്ടാനുള്ള അവകാശം നീങ്ങും, അഥവാ സെയ്ദിന് ഞാൻ കൊടുക്കാനുള്ള ഹക്ക് നീങ്ങും. ഇലാ ദിമ്മത്തിൽ മുഹാരി അലിഹി ആവുന്ന അമ്രിൻ്റെ ദിമ്മത്തിലേക്ക് നീങ്ങും. അഥവാ ഇനി അമ്രാണ് സെയ്ദിന് പൈസ കൊടുക്കേണ്ടത്. ഇതൊക്കെ ഇജ്മാഅൻ, പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത വിഷയങ്ങളാണ്. ഫൈൻ തഅദറ അഖ്ദുഹു, അപ്പോൾ അതിനെ വാങ്ങാൻ ബുദ്ധിമുട്ടായാൽ, മിൻഹു മുഹാല് അലൈഹിയിൽ നിന്ന് അത് വാങ്ങാൻ ബുദ്ധിമുട്ടായി, ബി ഫൽസിൻ ഹസലിൽ മുഹാലി അലൈഹിക്ക് ഉണ്ടായിത്തീർന്ന ഒരു പാപ്പരത്വം കാരണം, സാമ്പത്തികമായിട്ടുള്ള തകർച്ച കാരണം, അങ്ങനെ വൈൻ കാരണൽ ഫൽസുൽ ഹവാല, ഈ ഫൽസ് ഹവാലയുടെ സമയത്തുണ്ടെങ്കിൽ പോലും, ഹവാല നടത്തുമ്പോഴും അവന് പാപ്പരായിട്ടുണ്ട്. ഫൽസ് ഹവാലയോട് ചേർന്ന് വന്നാൽ പോലും, അങ്ങനെ മുഹാല അലൈഹിക്ക് ഉണ്ടായ ഒരു സാമ്പത്തിക തകർച്ച കാരണം അവനിൽ നിന്ന് ഈ പൈസ മുഹത്താലിന് വാങ്ങിയെടുക്കാൻ ബുദ്ധിമുട്ടായാൽ, അവ ജഹദി മിൻഹു, അല്ലെങ്കിൽ അവൻ നിഷേധിച്ചു, ഇല്ല ഹവാലയെ നിഷേധിച്ചതിനാൽ, അല്ലെങ്കിൽ അവ ദൈനിൽ മൊഹീലി, അല്ലെങ്കിൽ മൊഹീലിനുള്ള കടം നിഷേധിച്ചു. മുഹാലി അലി പറയുകയാണ് ഞാൻ മൊഹീലിന് പൈസ ഒന്നും കൊടുക്കാനില്ല. ഔ ഹൽഫിൻ അലി, അങ്ങനെ അവൻ വല്ലാഹി എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു. ഔ ബി ഗൈരി ദാലിക, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട്, തഅസ്സുസിൽ മുഹാലി അലൈഹി എന്ത് ചെയ്തു, കുറച്ച് അഹങ്കാരം കാണിച്ചു, ഞാൻ തരൂലടോ എന്ന് പറഞ്ഞിട്ട് ഹവാല സമ്മതിച്ചിട്ടുണ്ട്, മൊഹീലിന് പൈസ കൊടുക്കാനുണ്ട് എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ തഅസ്സുസാണ്, അവനെന്ത് ചെയ്തു, ഒരു മേലാളിത്തം കാണിച്ചു. തഅസ്സുസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ശക്തി പ്രകടിപ്പിച്ചു, ഞാൻ തരൂല എന്ന് പറഞ്ഞിട്ട് പോക്കിരിത്തരം കാണിച്ചു. മൗത്തി ഷുഹൂദിൽ ഹവാലത്തി, അങ്ങനെ പോക്കിരിത്തരം കാണിക്കുമ്പോൾ സാക്ഷികളെ ഹാജരാക്കിയാൽ മതി. പക്ഷേ സാക്ഷികൾ മരിക്കുകയും ചെയ്താൽ, ലം യർജിഉൽ മുഹ്താലു അലാ മുഹത്താൽ ഒരിക്കലും മുഹീലിനോട് ആ പൈസ തിരിച്ചു വാങ്ങുന്നതല്ല. ബിഷൈഇൻ, ഒരു പൈസയും. വൈൻ ജഹില ദാലിക, അവനത് അറിയില്ലെങ്കിൽ പോലും, ഏത് അങ്ങനെ വാങ്ങാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്ന് അവൻ അറിവില്ലെങ്കിൽ പോലും വാങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ മുകളിൽ പറയപ്പെട്ട ഹുക്മ് അവൻ അറിയില്ലെങ്കിൽ പോലും മുഹത്താല് മൊഹീലിനോട് ചോദിക്കാൻ പറ്റൂല. വലാ യതഖയ്യറു, ഖിയാറും ഇല്ല. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത പാഠത്തിൽ മുതലാക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.